ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 5. പരിജ്ഞാനവും വിവേകവും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. സദൃശ്യവാക്യങ്ങൾ 2:6. 1373 30 വയസ്സുള്ളപ്പോൾ നോർവിച്ചിലെ ജൂലിയന് മരണകരമായ രോഗം പിടിപെട്ടു. സഭാശുശ്രൂഷകൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ നിരവധി ദർശനങ്ങൾ കണ്ടു. അതിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ദർശിച്ചത് അവൾ പ്രത്യേകം ഓർത്തു. അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിച്ച അവൾ പിന്നീടുള്ള 20 വർഷക്കാലം പള്ളിയുടെ ഒരു ചെറിയ മുറിയിൽ ഈ ദർശനമോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാന്തതയിൽ കഴിഞ്ഞു. അവൾ പറഞ്ഞത് സ്നേഹം മാത്രമായിരുന്നു അവൻ്റെ ഉദ്ദേശമെന്നാണ്. അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ദൈവസ്നേഹത്തിൻ്റെ ഉത്തുംഗമായ പ്രദർശനമായിരുന്നുവെന്ന്. ജൂലിയൻ്റെ വെളിപ്പാടുകൾ പ്രസിദ്ധമാണ്. എന്നാൽ ദൈവം ഈ കാര്യങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ പിന്നിൽ അവൾ പ്രാർത്ഥനാപൂർവം ചെലവിട്ട സമയവും അധ്വാനവും പക്ഷേ ആളുകൾ കാണുന്നില്ല. ഈ 2 ദശാബ്ദങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം വ്യക്തമായി ഗ്രഹിക്കുന്നതിലുള്ള ദൈവിക ജ്ഞാനവും സഹായവും തേടുകയായിരുന്നു അവൾ. ജൂലിയനോട് ചെയ്തതുപോലെ ദൈവം തൻ്റെ ജനത്തിനും തന്നെ വെളിപ്പെടുത്തുവാൻ കൃപ ചെയ്യുന്നു. അത് ബൈബിളിലെ വചനങ്ങളിലൂടെയാകാം, തൻ്റെ മന്ദസ്വരത്തിലൂടെയാകാം, ഒരു പാട്ടിലൂടെയാകാം, അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊരു അവബോധം നൽകിക്കൊണ്ടുമാകാം. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും സഹായവും പ്രാപിക്കാനാകും. ഈ ജ്ഞാനമാണ് ശലോമോൻ തൻ്റെ മകനോട് പ്രാപിക്കുവാൻ പറഞ്ഞത്. ചെവി പരിജ്ഞാനത്തിനും ഹൃദയം വിവേകത്തിനും തിരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത്. അപ്പോൾ അവൻ ദൈവപരിജ്ഞാനം കണ്ടെത്തും. ദൈവം നമുക്ക് വിവേചന ബുദ്ധിയും വിവേകവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വഴികളെയും സ്വഭാവത്തെയും കുറിച്ചുള്ള അറിവ് കൂടുതലായി പ്രാപിക്കും തോറും നമുക്ക് ദൈവത്തെ ആഴമായി അറിഞ്ഞ് ആദരിക്കുവാൻ സാധിക്കും. ചിന്തിക്കുക, ദൈവം നിങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ വെളിപ്പാടിനെ എങ്ങനെയാണ് നിങ്ങൾ ഗ്രഹിക്കുന്നത്? ദൈവത്തിന് മഹത്വം.